എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലെ ഹോംവർക്കാണ് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 156 4ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതായത് 5 രൂപ നോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കണോ? ചോദ്യം വായിക്കാം. ഹൗ മച്ച് മണി ഡസ് 5 10 rupee notes make? ഹൗ മച്ച് മണി മലയാളം മീഡിയത്തിലാണെങ്കിൽ 5 10 രൂപ നോട്ടുകൾ ചേർന്നാൽ ആകെ എത്ര രൂപയാകും? കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ? ആ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ 5 10 രൂപ നോട്ടുകൾ ചേർന്നാൽ 5 × 10 50 രൂപ. പിന്നെ ചോദിച്ചിരിക്കുന്നു 7 10 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്ര? അപ്പൊ 7 × 10 70 രൂപ. ഇനി അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? അതായത് ടോട്ടൽ എമൗണ്ടും നമ്പർ ഓഫ് 10 rupee നോട്ട്സും തമ്മിലുള്ള റിലേഷൻ. അപ്പോ നമ്പർ ഓഫ് 10 rupee നോട്ട്സ് 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ ആകെ തുക കിട്ടും എന്നല്ലേ റിലേഷൻ? അതാണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് അഥവാ ആകെ തുക ഈക്വൽ ടു 10 × നമ്പർ ഓഫ് 10 rupee നോട്ട്സ്. 10 × 10 രൂപ നോട്ടുകളുടെ എണ്ണം. അതല്ലേ നമുക്ക് ചെയ്തേ? 10 രൂപ നോട്ടുകളുടെ എണ്ണം അത് 5 ആണ്. അതിനെ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോഴാണ് ആകെ തുക കിട്ടിയത്. അപ്പൊ ആകെ തുക കിട്ടാനായിട്ട് 10 × 10 രൂപ നോട്ടുകളുടെ എണ്ണം അഥവാ 10 × നമ്പർ ഓഫ് 10 rupee നോട്ട്സ്, അതാണ് റിലേഷൻ തന്നിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് 10 രൂപ നോട്ടുകളുടെ എണ്ണമാണ്. എ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് എന്നുള്ളതിനാണ് അക്ഷരം ഉപയോഗിക്കുന്നത് എങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? അപ്പൊ ടോട്ടൽ എമൗണ്ടിന്റെ സ്ഥാനത്ത് എ ഈക്വൽ ടു 10 × t എന്നാണ് എഴുതുക അല്ലെ? അതായത് 10 × t എന്നുള്ളത് തന്നെയല്ലേ ഇതിനെ എഴുതണത്? 10 × t. ആ 10 × t എന്നുള്ളതിനെ നമുക്ക് 10t ഇൻറ്റു എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ 10t എന്ന് എഴുതാം. a ഈക്വൽ ടു 10t. അതിനെ നമുക്ക് ടി മാത്രം ഇവിടെ നിർത്തിയാൽ ഈ 10 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ബൈ ആവില്ലേ? നമുക്ക് ഇൻറ്റു എന്നുള്ള സാധനം ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോവുകയാണെങ്കിൽ ബൈ ആയി മാറില്ലേ? അപ്പൊ ടി ഈക്വൽ ടു a/10 അങ്ങനെയും എഴുതാം. ഇതും ശരിയാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇപ്പൊ നോട്ട് ബുക്കിൽ രണ്ടും എഴുതിയെടുത്തോളൂ. ഓക്കെ, അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ആ പേജില് നമുക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്നത്തെ എക്സസൈസ് തുടങ്ങി. അതോടൊപ്പം തന്നെ പറയട്ടെ, ടീച്ചർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലെസണിൽ തന്നെ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതും ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് പഠിച്ചു പോകണം. നോട്ടിലേക്ക് പകർത്തണമെന്നില്ല, കാരണം ആൻസറും ടെക്സ്റ്റിൽ തന്നെ ഉള്ളത് കൊണ്ട് നോട്ടിലേക്ക് പകർത്തണ്ട. പക്ഷെ നമ്മൾ അതൊപ്പം പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നത്തെ പേജിലാണ് നമുക്ക് പേജ് നമ്പർ 158 ആണ് എൻ്റെ. നിങ്ങളുടെ ഏതാണെന്ന് അറിയില്ല. 158 ആണ് എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ്. അത് പിന്നത്തെ എക്സസൈസ് ആണ്. പിന്നത്തെ എക്സസൈസില് ചോദ്യം 2ഉം 3ഉം ഹോംവർക്ക് ആയിരുന്നു. ഏതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഞാൻ ചോദ്യം വായിക്കാൻ നോക്കൂ. 1 liter ഓഫ് കെറോസിൻ വെയ്സ് 800 grams. 1 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം 800 ഗ്രാം ആണ്. ആ പേജ് എടുത്തില്ലേ? തൊട്ട് മുമ്പ് 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന്റെ പിന്നത്തെ പേജ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോ 1 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം 800 ഗ്രാം ആണ്. അതിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 liter ഓഫ് കെറോസിൻ? 1 ലിറ്റർ മണ്ണെണ്ണയുടെ വില ഭാരം തന്നാൽ 2 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എന്ന് പറയുന്നത് 2 കൊണ്ട് 2 ഇൻറ്റു ചെയ്താൽ പോരെ? അപ്പൊ 2 × 800 is equal to 1600 grams എന്ന് എയുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 1/2 liter ഓഫ് കെറോസിൻ? 1/2 ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എത്ര? അപ്പൊ അതും എങ്ങനെയാണ്? 1/2 × 800. അപ്പൊ 800/2 എന്ന് വരും. ഹരിച്ചു കിട്ടുമ്പോ 400 ഗ്രാം എന്ന് കിട്ടും അതിന്റെ വെയിറ്റ്. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് കെറോസിൻ? 1 milliliter എന്ന് പറയുമ്പോൾ നമ്മുടെ ലിറ്ററിൽ നിന്ന് മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന്റെ ഇടയിൽ തന്നെ 1 liter is equal to 1000 milliliter എന്നുള്ള റിലേഷൻ എഴുതണം. അപ്പോ നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്നാ? തന്നിരിക്കുന്ന 800 divides 1000 ആണ് ചെയ്യേണ്ടത്. കാരണം ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും.
മില്ലി ലിറ്റർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 1000 കൊണ്ട് തന്നിരിക്കുന്ന ഭാരത്തിന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 800 ഡിവൈഡ്സ് 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഡെസിമൽ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? 8/10 അല്ലേ വരെ സീറോസ് കട്ട് ചെയ്യുമ്പോ? 800 ഡിവൈഡ്സ് നോക്കി നോക്കൂ, 800 ഡിവൈഡ്സ് എന്ന് പറഞ്ഞാൽ ബൈ എന്ന് എഴുതാലോ, ബൈ 1000. സീറോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താണ്? 8/10. 8/10 എന്ന് പറയുന്നത് എന്താ? 0.8. ഡെസിമൽ ഫോം കണ്ടതാണ്, പഠിച്ചതാണ് കേട്ടോ. 0.8 ഗ്രാം. അതാണ് സി ക്വസ്റ്റ്യന്റെ ആൻസർ. ഡി ക്വസ്റ്റ്യൻ എന്താണ്? ടേക്കിംഗ് ദ വെയിറ്റ് ഓഫ് വി മില്ലി ലിറ്റർ ഓഫ് കെറോസിൻ. അപ്പൊ 1 മില്ലി ലിറ്ററിന്റെ സ്ഥാനത്ത് ഒരു അക്ഷരം തന്നിരിക്കുകയാണ്, വി മില്ലി ലിറ്റർ ആണ് അളവ് എന്ന് വിചാരിക്കൂ. W ഗ്രാംസ് ആണ് അതിന്റെ വെയിറ്റ് എങ്കിൽ റൈറ്റ് എ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് W. അതായത് മില്ലി ലിറ്റർ, അതായത് കെറോസിന്റെ അളവ് വി ആണ്, അതിന്റെ വെയിറ്റ് W ആണെങ്കിൽ വിയും Wയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതാണ് എഴുതിയിരിക്കുന്നത്. W is equal to 0.8. 1 മില്ലി ലിറ്ററിന് 0.8 ആണ്. അപ്പൊ വി മില്ലി ലിറ്ററിന് എന്ത് വരും? 0.8 into V അല്ലെ വരിക? 1 മില്ലി ലിറ്ററിന്റെ വെയിറ്റ് ആണ് 0.8. അങ്ങനെയുള്ള 10 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 0.8 into 10. 100 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? 0.8 into 100. അതേപോലെ ഇവിടെ വി മില്ലി ലിറ്റർ പെട്രോൾ കെറോസിന്റെ വില എത്ര, അല്ല വെയിറ്റ് എത്ര? അപ്പൊ W is equal to 0.8 into V ആണ്. ആ ഇൻറ്റു എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ 0.8 into V, അഥവാ V മാത്രം ഇവിടെ നിർത്തുകയാണെങ്കിൽ 0.8 ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ V is equal to W by 0.8. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് മാറ്റിയാലേ ഇനി ഒരെണ്ണം കൂടി ഹോംവർക്ക് തന്നിരുന്നു അല്ലെ? തേർഡ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ 1 cubic centimeter of iron weighs 7.8 grams. 1 cubic centimeter, ഒരു ഘന സെന്റിമീറ്റർ ഇരുമ്പിന്റെ ഭാരം 7.8 ഗ്രാം ആണെങ്കിൽ അതിന്റെ എ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. Taking the volume of an iron object as V cubic centimeter, അതായത് ആ അയൺ ബോക്സിന്റെ അല്ലെങ്കിൽ അയണിന്റെ ഇരുമ്പിന്റെ വെയിറ്റ് വി എന്ന് എടുക്കുക, വോളിയം വി എന്ന് എടുക്കുക, ആൻഡ് വെയിറ്റ് W ഗ്രാംസ്, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് W. അപ്പൊ ഒരു ഘന സെന്റിമീറ്ററിന്റെ ഭാരമാണ് 7.8. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് ചോദ്യം. അതായത് വിയും Wയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത്, വോളിയം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഘന സെന്റിമീറ്ററിനെ വി കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നതായിരിക്കില്ലേ? അതായത് വി ക്യൂബിക് സെന്റിമീറ്റർ അയണിന്റെ ഭാരം W ആണെങ്കിൽ അതിന്റെ വിയും Wയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാമെന്ന ചോദ്യം. അപ്പൊ ഒരു ക്യൂബിക് സെന്റിമീറ്ററിന്റെ വെയിറ്റ് ആണ് 7.8. അങ്ങനെയാണെങ്കിൽ 2 ക്യൂബിക് സെന്റിമീറ്റർ എന്താ വരിക? 2 into 7.8 അല്ലേ വരിക? 3 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിലോ 3 into 7.8. 100 ക്യൂബിക് സെന്റിമീറ്ററിന്റെ വെയിറ്റ് എത്രയാ? 100 into 7.8. അതാണെങ്കിൽ ഇവിടെ ആ സംഖ്യകൾക്ക് പകരം വി ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയാ? വി into 7.8. അതാണ് വെയിറ്റ് നമ്മൾ എഴുതിയിട്ടുള്ളത്. W എന്നുള്ളത് അതിന്റെ ആകെ ഭാരത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ്. 7.8 എന്നുള്ളത് എങ്ങനെയാ കിട്ടിയത്? ഒരു ക്യൂബിക് സെന്റിമീറ്റർ അയണിന്റെ വെയിറ്റ് ആണ് 7.8. അതിൽ നിന്ന് വി ക്യൂബിക് സെന്റിമീറ്ററിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ W is equal to 7.8 into V എന്ന് എഴുതാം. ഇതിനെ തന്നെ നമുക്ക് W by 7.8 is equal to V എന്ന് എഴുതാം കേട്ടോ. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ ചോദ്യം? ബി ക്വസ്റ്റ്യൻ taking the length, breadth and height of a rectangular block of iron as LBH and its weight as W, write the relation between LBH and W. ഇതേ രീതിയിൽ തന്നെ ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള ഇരുമ്പ് കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ LBH എന്നുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുക. അതിന്റെ വെയിറ്റ് W എന്നുള്ള അക്ഷരവും ഉപയോഗിച്ചാൽ അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എഴുതുക?
അപ്പൊ വെയിറ്റ് ഇസ് ഈക്വൽ ടു ഒരെണ്ണത്തിന്റെ വെയിറ്റ് 7.8 ആണ്. അതുപോലെയുള്ള ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ എങ്ങനെ എഴുതുക? 7.8 LBH എന്നല്ലേ. ഇവിടെ വി എന്നുള്ളതിന്റെ സ്ഥാനത്ത് വി എന്ന് പറയുന്നത് ഒരു ക്യൂബിക് സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ ഷേപ്പ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഓൾറെഡി അതിന്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്, ഹൈറ്റ് H ആണ്, വെയിറ്റ് W ആണ്. ഒരു ക്യൂബിക് സെന്റിമീറ്ററിന്റെ വെയിറ്റ് 7.82 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? W is equal to 7.8 into LBH. 7.8 into V എന്നുള്ളത് എങ്ങനെ എഴുതാം? 7.8 V എന്ന് എഴുതാം. ടൈം ടു എഴുതിയെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ 7.8 LBH. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ടുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. അതൊന്ന് ആ റിലേഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതാം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. എന്ന് വെച്ചാൽ എന്താ? ആദ്യം അഡീഷനും സബ്ട്രാക്ഷനും മാത്രമായിട്ടുള്ള കുറച്ച് കണക്കുകൾ ചെയ്തു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമായിട്ടുള്ള കണക്കുകൾ ചെയ്തു, പിന്നെയോ ഇനി വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ അതായത് ഗുണിക്കലും കൂട്ടലും. ഗുണിക്കലും, മലയാളത്തിൽ എഴുതിക്കോളൂ, ഗുണിക്കലും കൂട്ടലും. ഗുണിക്കലും കൂട്ടലും അതിന്റെ നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്തുള്ള പ്രോബ്ലംസ് ആൻസർ ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് അത് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് എക്സസൈസിലേക്ക് പോവുക. പിന്നത്തെ പേജ് നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേജില് ഒന്നാമത് ഗുണിക്കലും കൂട്ടലും എന്നുള്ള ഹെഡിങ് തന്നിട്ടുള്ള നെക്സ്റ്റ് റൈറ്റ് സൈഡിലെ പേജ് നോക്കി നോക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി ഡസ് 8 10 rupee notes and 2 5 rupee notes make? ഇതുവരെയുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു നോട്ടേ തന്നിട്ടുള്ളൂ. ഇതില് 10 rupee നോട്ട്സും 5 rupee നോട്ട്സും തന്നിട്ടുണ്ട്. അവയുടെ ആകെ എത്ര എന്നാണ് ചോദ്യം. അതായത് എന്താ പറയണേ? 8 10 രൂപ നോട്ടുകളും 2 5 രൂപ നോട്ടുകളും ചേർന്നാൽ ആകെ എത്ര രൂപയായിരിക്കും? എങ്ങനെയാ വരിക? 8 × 10 80 പ്ലസ് 2 × 5 10. അങ്ങനെയല്ലേ ചെയ്യാം? 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ 10 കൊണ്ട് ഗുണിച്ചാൽ ആ തുക കിട്ടും. 5 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ 5 കൊണ്ട് ഗുണിച്ചാൽ ആ തുകയും കിട്ടും. അപ്പൊ മൊത്തം 10 രൂപയുടെ 5 രൂപയുടെ ആകെ തുക എങ്ങനെ കിട്ടുക? ആ കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടുക അല്ലേ? അതുപോലെ തന്നെ അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് അബൌട്ട് 7 10 rupee നോട്ട്സ് ആൻഡ് 4 5 rupee നോട്ട്സ്? 7 10 രൂപ നോട്ടുകളും 4 5 രൂപ നോട്ടുകളും ചേർന്നാൽ എത്രയായിരിക്കും തുക? എളുപ്പമാണ് അല്ലെ? ഇങ്ങനത്തെയൊക്കെ നമുക്ക് ലെക്ചർ തന്നിട്ട് ചെയ്യുമ്പോഴാണ് ഹെഡിങ് എഴുതിയില്ലേ. നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 8 10 rupee notes and 2 5 rupee notes. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ? അതില് 8 10 rupee notes, 8 10 rupee notes, 8 10 rupee notes and എന്താണ് 2 5 rupee notes, 2 5 rupee notes is equal to എന്താണ്? 8 10 രൂപ നോട്ടുകളും 2 5 രൂപ നോട്ടുകളും ചേർന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് മലയാളം മീഡിയംകാർ എഴുതുന്നത് കേട്ടോ. എങ്ങനെയാണ്? 8 × 10 പ്ലസ് 2 × 5 തമ്മിൽ കൂട്ടിയാൽ പോലെ 80 + 10 is equal to rupees 90. 8 10 രൂപ നോട്ടുകളാണെങ്കിൽ 8 × 10 80 ആയി. 2 5 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിൽ 2 × 5 10 ആയി. അപ്പൊ മൊത്തം 80 + 10 = 90. അതുപോലെ തന്നെ 7 10 rupee നോട്ട്സ് ആൻഡ് 4 5 rupee നോട്ട്സ് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. 7 10 rupee നോട്ട്സ് ആൻഡ് എന്താണ് പിന്നെ 4 5 rupee നോട്ട്സ്. 4 5 rupee notes
എന്താ എഴുതാ മലയാളം മീഡിയംകാര്? 7 10 രൂപ നോട്ടുകളും 4 5 രൂപ നോട്ടുകളും ചേർന്നാൽ അങ്ങനെയാണ് എഴുതേണ്ടത്. 7 10 രൂപ നോട്ടുകളും 4 5 രൂപ നോട്ടുകളും ചേർന്നാൽ ഇങ്ങനെയാ കിട്ടുക. 7 × 10 പ്ലസ് 4 × 5 that is equal to 70 plus 20 is equal to എത്ര കിട്ടി? 90 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി എ ബി എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എന്താ? എ, how do we say the relation between the number of 10 rupee notes, the number of 5 rupee notes and the total amount? 10 രൂപ നോട്ടുകളുടെ എണ്ണവും 5 രൂപ നോട്ടുകളുടെ എണ്ണവും ആകെ തുകയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് പറയുന്നത്? അല്ലേ ചോദ്യം. 10 രൂപ നോട്ടിന്റെ എണ്ണവും 5 രൂപ നോട്ടിന്റെ എണ്ണവും ആകെ തുകയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയാ പറയാ? അപ്പോ എ ക്വസ്റ്റ്യന്റെ ആൻസർ ടോട്ടൽ എമൗണ്ട് is equal to റിലേഷൻ എഴുതാൻ പോവാണ് കേട്ടാ. എന്നുവെച്ചാൽ എന്താണ്? ആകെ തുക സമം. എങ്ങനെയാ എഴുതുക? എങ്ങനെയാ കിട്ടണത്? അത് ഈ പറഞ്ഞത് അതേപോലെ തന്നെ എഴുതുക. എങ്ങനെയാ എഴുതുക? 10 രൂപ നോട്ടുകളുടെ എണ്ണം ഇൻറ്റു 10 പ്ലസ് 5 രൂപ നോട്ടുകളുടെ എണ്ണം ഇൻറ്റു 5. അതല്ലേ നമ്മളിവിടെ ചെയ്തേ? അത് തന്നെ വാചകത്തിൽ എഴുതിയാൽ മതി. എന്താണ്? നമ്പർ ഓഫ് 10 rupee notes into 10 plus number of 5 rupee notes into 5. എന്താ എഴുതാണ്? 10 രൂപ നോട്ടുകളുടെ എണ്ണം ഇൻറ്റു 10. 10 രൂപ നോട്ടുകളുടെ എണ്ണം ഇൻറ്റു 10 പ്ലസ് 5 രൂപ നോട്ടുകളുടെ എണ്ണം 5 രൂപ നോട്ടുകളുടെ എണ്ണം ഇൻറ്റു 5 വേണം കേട്ടോ, അല്ലെങ്കിൽ മറന്നല്ലേ? ഇൻറ്റു 5. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് കിട്ടുന്നത്. കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാ തോന്നുന്നുണ്ടല്ലോ. ബി ക്വസ്റ്റ്യൻ എന്താണ്? ടേക്കിംഗ് ദ നമ്പർ ഓഫ് 10 rupee notes T, the number of 5 rupee notes F and the total amount A. അപ്പൊ ടി എഫ് എ, അതായത് 10 rupee നോട്ടുകളുടെ എണ്ണം ടി എന്ന് എടുക്കുക, 5 rupee നോട്ടുകളുടെ എണ്ണം 5 എന്ന് എടുക്കുക, ടോട്ടൽ എമൗണ്ട് എ എന്ന് എടുത്താൽ അതിന്റെ റിലേഷൻ എങ്ങനെ വരും? അപ്പൊ ടോട്ടൽ എമൗണ്ട് is equal to number of 10 rupee notes into 10 അല്ലേ വരുന്നേ? number of 10 rupee notes T into 10 plus ഇങ്ങനെയാണ് വരിക. അതേ നോക്കൂ, നമ്പർ ഓഫ് 10 rupee notes അതിനെ ടി എന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ടി ഇൻറ്റു 10 പ്ലസ് നമ്പർ ഓഫ് 5 rupee notes ഇതിൽ അക്ഷരമായിട്ട് പറഞ്ഞേക്കുന്നത് എഫ്, എഫ് ഇൻറ്റു 5. ഈ 10നും 5നും വ്യത്യാസമില്ല. കാരണം 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താലേ മൊത്തം സംഖ്യ എത്രയാന്ന് കിട്ടുള്ളൂ. അതുപോലെ 5 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താലല്ലേ മൊത്തം 5 രൂപ നോട്ടുകളുടെ ആകെ തുക കിട്ടുള്ളൂ. അത് രണ്ടും കൂടി മൊത്തം കിട്ടണമെങ്കിൽ ഇവ തമ്മിൽ കൂട്ടണം. ഇതിനെ തന്നെ എങ്ങനെ എഴുതാം? ഇൻറ്റു എഴുതാണ്ട് 10t പ്ലസ് 5f എന്ന് എഴുതാം. എഴുതാലോ? ഇങ്ങനെ ഒരു റിലേഷൻ എഴുതിയാലും മതി. 10t പ്ലസ് 5f എന്ന് എഴുതിയാലും ഓക്കെ. ഒറ്റ റിലേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, മനസ്സിലാവണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കി പോണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? അത് കഴിഞ്ഞു. ആ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ആ പ്രോബ്ലം കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി പ്രൈസ് ഓഫ് എ പെൻ ഈസ് 7 rupee ആൻഡ് ദ പ്രൈസ് ഓഫ്, അപ്പൊ ഇതിലാണ് കണ്ടോ ഇൻറ്റുവും പ്ലസും കൂടി ഒരുമിച്ച് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ എന്നുള്ള ഹെഡിങ്ങിന്റെ പ്രസക്തി മനസ്സിലാവണുണ്ടോ? രണ്ടും കൂടി ഒരുമിച്ച് വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി പ്രൈസ് ഓഫ് എ പെൻ ഈസ് 7 rupees ആൻഡ് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് 12 rupees.
ഒരു പേനയുടെ വില 7 രൂപയാണ്, ഒരു നോട്ട്ബുക്കിന്റെ വില 12 രൂപയാണ്. ഒരു പേനയുടെ വില 7 രൂപ, ഒരു നോട്ട്ബുക്കിന്റെ വില 12 രൂപ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യണേ. അപ്പൊ എന്താണ് ചോദ്യം? അതിലെ എ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 pens and 6 notebooks? 5 പേനയുടെയും 6 നോട്ട് പുസ്തകത്തിന്റെയും ആകെ വില. സ്റ്റെപ്പ് എഴുതിക്കൊള്ളൂട്ടാ. ടോട്ടൽ പ്രൈസ് ഓഫ് 5 pens and 6 notebooks. 5 pens and 6 notebooks. മലയാളം മീഡിയംകാരെ എഴുതേണ്ടത് എന്താണ്? 5 പേനയുടെയും 6 നോട്ട്ബുക്കിന്റെയും ആകെ വില. അപ്പൊ എന്ത് വരും? 5 × 7 പ്ലസ് 6 × 12 എഴുതണ്ടേ? കാരണം ഒരു നോട്ട്ബുക്കിന്റെ നമ്മുടെ സ്റ്റെപ്പ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുതണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതണം. എന്ത്? ഒരു പേനയുടെ വിലാസമം ഒരു നോട്ട്ബുക്കിന്റെ വിലാസമം ആയതുകൊണ്ട് 5 പേനയുടെയും 6 നോട്ട്ബുക്കിന്റെയും ആകെ വില. ഇത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ സ്റ്റെപ്പിലേക്ക് കടന്നേ ഉള്ളൂ. അപ്പൊ എത്ര വരും? 35 പ്ലസ് 72 ആണ്. 107 rupees ആണോ കിട്ടിയത്? 107 rupees ആണോ കിട്ടിയത് അല്ലേ? അതേ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് അബൌട്ട് 12 pens and 7 notebooks? Total cost of 12 pens and 7 notebooks. 7 notebooks. അപ്പോൾ 12 പേന 12 പേനയുടെ ആകെ വില 12 × 7 പ്ലസ് 7 നോട്ട്ബുക്ക് ആണെങ്കിൽ 7 × 12 അല്ലേ വരിക? എത്ര കിട്ടി? 168 rupees ആണോ കിട്ടണേ? ബി ക്വസ്റ്റ്യന്റെ ആൻസർ 7 നോട്ട്ബുക്സ് 7 × 12 12 × 7 അല്ലേ വരണേ? മലയാളം മീഡിയത്തിൽ അത് തന്നെയല്ലേ വരുന്നത്? 168 rupees അല്ലേ ആൻസർ കിട്ടിയത്? 12 പേനയുടെ ഒരു പേനയുടെ വില 7 രൂപ. അപ്പൊ 12 × 7 ആകുമ്പോൾ പേനയുടെ എല്ലാ വിലയും കിട്ടി. അതുപോലെ ഒരു നോട്ട്ബുക്കിന്റെ വിലയാണ് 12 രൂപ എന്ന് തന്നിരിക്കണം. അങ്ങനെ 7 നോട്ട്ബുക്ക് 7 × 12. 84 + 84 rupees 168 rupees. മുകളിലത്തെ മാറ്റിട്ടെ കേട്ടോ. ഇനി എന്താണ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താ സി ക്വസ്റ്റ്യൻ? What is the relation between the number of pens, the number of notebooks and total price? എങ്ങനെ റിലേഷൻ എഴുതാ? ഒരു പേനയുടെ വില 7 ആണ്, ഒരു നോട്ട്ബുക്കിന്റെ വില 12 ആണെന്ന് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ 7 ഉം 12 ഉം നമ്മൾ എഴുതാൻ പോകുന്ന റിലേഷനിൽ വരും ഇല്ലേ? അപ്പൊ എങ്ങനെ എഴുതാ? ടോട്ടൽ പ്രൈസ് is equal to number of pens into 7 അല്ലേ വരിക? number of pens പെന്റെ എണ്ണം into 7 plus number of notebooks into 12. ഒരു നോട്ട്ബുക്കിന്റെ വില 12 ആണ്. ഇങ്ങനെയല്ല റിലേഷൻ എഴുതാൻ നമ്മള് ഇതുവരെ ചെയ്തത് അങ്ങനെയാണ്. ഈ 5, 6 എന്നുള്ള സംഖ്യകൾ മാറിയാൽ 7 ഉം 12 വ്യത്യാസം വരുന്നില്ല അല്ലെ? ഒരു പേനയുടെ വില 7 ആണ്, ഒരു നോട്ട്ബുക്കിന്റെ വില 12 ആണ്. അപ്പോ എത്ര പേനകളാണോ ഉള്ളത് അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ പേനയുടെ ആകെ വില കിട്ടും. എത്ര നോട്ട്ബുക്കുകളാണോ മേടിച്ചത് അതിനെ 12 കൊണ്ട് ഇൻഡു ചെയ്താൽ നോട്ട്ബുക്കിന്റെ വിലയും കിട്ടും. അത് തമ്മിൽ ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? ടോട്ടൽ പ്രൈസ്. അപ്പൊ മലയാളം മീഡിയംകാർ എന്താ ചെയ്യാ? ആകെ വില സമം പേനകളുടെ എണ്ണം × 7 പ്ലസ് നോട്ട് പുസ്തകത്തിന്റെ എണ്ണം ×
12 എന്ന് എഴുതണം കേട്ടോ. പേനയുടെ എണ്ണം ഇൻറ്റു 7 പ്ലസ് നോട്ട് പുസ്തകത്തിന്റെ എണ്ണം ഇൻറ്റു 12 സമം ആകെ വില. ആകെ വില സമം പേനയുടെ എണ്ണം ഇൻറ്റു 7 പ്ലസ് നോട്ട് പുസ്തകത്തിന്റെ എണ്ണം ഇൻറ്റു 12. ഇനി അതിന് തന്നെ ഡി ക്വസ്റ്റ്യൻ ഉണ്ട്, റിലേഷൻ എഴുതാൻ പറഞ്ഞിട്ട്. എന്താണ്? പേനയുടെ എണ്ണത്തെ പി എന്നുള്ള അക്ഷരം ഉപയോഗിച്ചെടുക്കുക, നോട്ട് പുസ്തകത്തിന്റെ എണ്ണത്തിന് എൻ എന്നുള്ള അക്ഷരം, ടോട്ടൽ പ്രൈസ് ടി എന്നും എടുക്കുക. അപ്പൊ ടി ഈസ് ഈക്വൽ ടു റിലേഷൻ എങ്ങനെ എഴുതുക? പേനയുടെ എണ്ണത്തിന് പി എന്നെടുത്തോളാം. അപ്പൊ പി ഇൻറ്റു 7 പ്ലസ് നോട്ട് പുസ്തകത്തിന്റെ എണ്ണത്തിന് എൻ ഇൻറ്റു 12. അത് തന്നെ എങ്ങനെ എഴുതാം? 7p പ്ലസ് 12n. t is equal to 7p plus 12n. ഇതിനെ തന്നെ ഈ പ്ലസ് എന്നുള്ളത് നിങ്ങൾ കൊണ്ടൊന്ന് 4 തരത്തിൽ എഴുതാൻ നമുക്ക് പറ്റൂട്ടാ. ഈ എഴുതിയത് തന്നെയാണ് നമ്മൾ സെന്റൻസ് എഴുതിയതാണ് നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് റിലേഷൻ ആയിട്ട് എഴുതിയത്. അതായത് ടോട്ടൽ പ്രൈസിനെ ടി എന്നുള്ള അക്ഷരം സമം നമ്പർ ഓഫ് പെൻസ് p ഇൻറ്റു 7 പ്ലസ് നമ്പർ ഓഫ് നോട്ട്ബുക്സിനെ n എടുത്തു, n ഇൻറ്റു 12. അതായത് ഈ ഇൻറ്റു എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് എഴുതുകയാണെങ്കിൽ P7 എഴുതാൻ പാടില്ല എന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? ആദ്യം സംഖ്യ പിന്നെ അക്ഷരം എഴുതാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെയാ വരിക? ടി സമം 7p പ്ലസ് 12n. ടി സമം 7p പ്ലസ് 12n. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹോംവർക്ക് ആണ് തരുന്നത് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ തേർഡ് ക്വസ്റ്റ്യൻ? What length of wire is needed to make a triangle of sides 10 cm each? അതായത് ഒരു ത്രികോണം നിർമ്മിക്കാൻ എൻ്റെ കയ്യിൽ ഒരു വയറുണ്ട്. ആ വയറ് ഞാൻ മടക്കിയിട്ട് ഒരു ത്രികോണം ഉണ്ടാക്കണം. ആ ത്രികോണത്തിന്റെ ഓരോ വശത്തിന്റെയും നീളം 10 സെന്റിമീറ്റർ വീതമുള്ള ത്രികോണമാണ് ഉണ്ടാക്കേണ്ടത്. 10 സെന്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള ഒരു ത്രികോണം ഉണ്ടാകണമെങ്കിൽ എനിക്ക് ആകെ ആവശ്യമായ വയറിന്റെ നീളം. അപ്പൊ ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശമാണുള്ളത് അല്ലെ? ഒരു വശത്തിന് 10 സെന്റിമീറ്റർ വെച്ചിട്ടാണെങ്കിൽ 3 വശത്തിന്റെയും കൂടി ആകെ നീളം എത്രയാവും? 10 പ്ലസ് 10 പ്ലസ് 10 30 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ആ ത്രികോണം ഉണ്ടാക്കാൻ ആവശ്യമായ വയറിന്റെ നീളം എത്രയാ വരിക? 30 സെന്റിമീറ്റർ. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട് നോക്കൂ. ടു മേക്ക് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. ത്രികോണമല്ല, എനിക്ക് സമചതുരമാണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ വെച്ച് എനിക്ക് ആവശ്യമായ വയറിന്റെ നീളം എത്രയായിരിക്കും? 10 ഇൻറ്റു 4 അല്ലെ? 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 എന്ന് എടുക്കുന്നതിന് പകരം 10 ഇൻറ്റു 4 40 സെന്റിമീറ്റർ നീളമുള്ള വയറാണ് എനിക്ക് വേണ്ടത്. ആണല്ലോ? ഓക്കെ. എ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് നീഡഡ് ടു മേക്ക് 5 such triangles and 6 such squares? ഇതുപോലെയുള്ള 5 ത്രികോണങ്ങളും 6 സമചതുരങ്ങളും ഉണ്ടാക്കാൻ എനിക്ക് ആവശ്യമായ ആകെ വയറിന്റെ നീളം എത്ര? അപ്പൊ അങ്ങനെയാ ചെയ്യാ. 5 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 10 ആണോ? 5 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 10 ആണോ ചെയ്യുക? അല്ല. കാരണം എന്താ? ഒരു ത്രികോണത്തിന് തന്നെ 30 സെന്റിമീറ്റർ വയർ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള 5 ത്രികോണത്തിന് എത്രയാ? 5 ഇൻറ്റു 30 എന്നല്ലേ വരിക? 5 ഇൻറ്റു 10 എന്ന് തെറ്റി എഴുതരുത് കേട്ടാ. കാരണം ഒരു വശമല്ലല്ലോ ത്രികോണത്തിനുള്ളത്, അല്ലെങ്കിൽ ഒരു വശമല്ലല്ലോ സമചതുരത്തിനുള്ളത്. ഒരു ത്രികോണത്തിന് തന്നെ എനിക്ക് 30 സെന്റിമീറ്റർ ആവശ്യമുണ്ട്. അതുപോലെ ഒരു സമചതുരത്തിന് തന്നെ എനിക്ക് 40 സെന്റിമീറ്റർ വയർ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള 5 ത്രികോണത്തിന് എത്രയാ? 5 ഇൻറ്റു 30 വരും. 6 സ്ക്വയറിനോ 6 ഇൻറ്റു 40. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാ എഴുതുക? 5 ഇൻറ്റു 30 പ്ലസ് 6 ഇൻറ്റു 40. അതുപോലെ ബി ക്വസ്റ്റ്യൻ, സി, ഡി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്ന് വരും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഹോംവർക്ക്, അത് ഹോംവർക്ക് ചെയ്തിട്ട് വരിക കേട്ടോ. ചോദ്യം എഴുതി വൃത്തിയായിട്ട് ചെയ്തിട്ട് വരിക. അതുപോലെ വീണ്ടും വീണ്ടും പറയണു, ഇതില് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ടെക്സ്റ്റിൽ തന്നെ ആൻസർ തന്നിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഒപ്പം ക്ലാസ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ.
ലെസൺ. കുറച്ച് ആ ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാ എഴുതാൻ എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ ടീച്ചറെ എന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ വരും. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.